ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. താങ്കൾക്ക് ഇനി ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു പ്രതിയായിട്ട് ചേരണമെങ്കിൽ ചേരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ ഇൻകം ടാക്സ് ഞാൻ അടയ്ക്കുന്നുണ്ട്, നിങ്ങൾ അടയ്ക്കുന്നുണ്ട്, റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർ പറയും നിങ്ങൾ ഒരു 5000 രൂപയുടെ കൂടുതൽ അടയ്ക്കണം, ചിലപ്പോൾ റീഫണ്ടും തരും. ഇതൊക്കെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ഞങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഞങ്ങൾ ഓരോ റിട്ടേണുകളും ഇതിലെന്താണത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണമോ, ഇതേ കാര്യത്തിൽ NSC അല്ല ട്രൈബ്യൂണൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഫൈൻ തിരിച്ചു കിട്ടും. ഞങ്ങൾക്ക് ഫൈൻ അടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഫൈൻ അണ്ടർ പ്രൊട്ടസ്റ്റ് അണ്ടർ ട്രൈബ്യൂണലിൽ പോയി. NSC അല്ലെങ്കിൽ BSc എന്ന് പറയുന്ന അവസാന വാക്കല്ല, അതിന് മേളിൽ ട്രൈബ്യൂണലുണ്ട്, അതിന് മുകളിൽ സുപ്രീം കോടതിയുണ്ട്. ഒരാൾ ഫൈൻ ഇട്ടു എന്ന് വെച്ചുകൊണ്ട് കുറ്റം ചെയ്തു എന്ന അർത്ഥമില്ല. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോയി ചോദിക്കേണ്ടത്. 27 കേസുണ്ടായോ, ഇന്ന് കോടതി നിഷേധിച്ചില്ലേ? തെറ്റായിട്ട് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് 10,000 രൂപ ഫൈൻ അടച്ചില്ലേ? ചോദിക്കും നിങ്ങളുടെ ഓണറോട്. ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കാദ്യം, നിങ്ങളടക്കം പെടുവല്ലെങ്കിൽ. കാരണം നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് വരെ നിങ്ങൾക്ക് അറിയില്ല, ഒരുപക്ഷെ നിങ്ങളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു കാണും ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. താങ്കൾ ഈ പറയുന്ന ഒരു സുപ്രഭാതത്തിൽ NDA മുന്നണിയിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് ED അന്വേഷണം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അങ്ങനെ അന്വേഷണം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതിനുശേഷം പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച് താങ്കൾ തന്നെ പറഞ്ഞു അത്തരത്തിൽ വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്ന് താങ്കൾ പറയുന്നു. നമുക്ക് കോടതിയിലെ നമുക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റിപ്പോർട്ടർ TVയോട് ഉത്തരം പറയാൻ ആഗ്രഹിക്കില്ല. ഇനി നമ്മുടെ ചോദ്യവും ഉത്തരവും കോടതിയിൽ കാണാം. നമുക്ക് വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ?